ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്ന് നിയമസഭയിൽ രമേശ് ചെന്നിത്തല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതുകൊണ്ടാണ് ജീവാനന്ദം പദ്ധതിയെ എതിർക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ജീവാനന്ദം പദ്ധതി നിർബന്ധിത പദ്ധതിയല്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കരുതെന്നും ബാലഗോപാൽ പറഞ്ഞു. അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ്വ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത്. സാർ, ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും. ജനിക്കാത്ത കുഞ്ഞിനെ ജാതകം വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കുക. ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി. അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ്.